എടാ ബാലി, ധൈര്യമുണ്ടെങ്കിൽ യുദ്ധത്തിന് വാ. എടാ ഭീരു, നീ എവിടെയാണ് വിളിച്ചിരിക്കുന്നത്? സുഗ്രീവനാണ് വിളിക്കുന്നത്. യുദ്ധത്തിന് വാടാ. സുഗ്രീവ, അന്ന് നിന്റെ ജീവൻ ഭിക്ഷയായി നൽകിയവനാണ് ഞാൻ. ആ എന്നെ നീ വീണ്ടും വെല്ലുവിളിക്കുന്നോ? ഞാനിതാ വരികയാണ്. വാടാ. പഴയ കഥകളൊന്നും ഇവിടെ പറയണ്ട. കഴിയുമെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാൻ വാ. വാ വാ എന്റെ അടുത്തേക്ക്. ഇതാ ഞാൻ വരുന്നു. വാ. സുഗ്രീവ, ഇന്ന് നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഞാനിതാ വരുന്നു. ബാലി, നിന്നെ അംഗഭംഗപ്പെടുത്തും ഞാൻ. വാ. കൂടപ്പിറപ്പിനെ വഞ്ചിച്ചവനെ, നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭൂമി നടങ്ങും പോലെ ഞാൻ നിന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചിരിക്കുകയാണോ? നിന്നോട് യുദ്ധം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ എന്നോട് യുദ്ധത്തിന് വാ. സുഗ്രീവ, ഉടപ്പിറന്നവൻ എന്ന പേരിന് തന്നെ മഹാകളങ്കം വരുത്തിയ നീചനാണ് നീ. അന്ന് കിട്ടിയ അടി നിനക്ക് മതിവരാതെ വീണ്ടും വന്ന് വെല്ലുവിളിക്കുന്നു. അതിനു മാത്രം ധൈര്യം നിനക്ക് ഇപ്പോൾ എവിടുന്ന് കിട്ടി, വഞ്ചകൻ? സുഗ്രീവ, കൂടപ്പിറപ്പിന്റെ രക്തത്തെ നശിപ്പിച്ചു കളഞ്ഞു ബാലിയെന്ന് എന്നെ ലോകം പഴിക്കും വിധം ആളാക്കി മാറ്റാതെ മര്യാദയ്ക്ക് പോയിക്കോ ഇവിടുന്ന്. നാവാട്ടം വേണ്ട ഇവിടെ. അന്ന് ചതിയിലൂടെ എന്റെ പത്നിയെയും എന്റെ രാജ്യത്തെയും നീ തട്ടിയെടുത്തില്ലേ? അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നീ വീരനാണെങ്കിൽ യുദ്ധത്തിന് വാടാ. ഏയ് സുഗ്രീവ, ലോകത്തുള്ള എല്ലാവരുടെയും ജീവൻ എടുക്കുന്ന യമരാജൻ പോലും എന്റെ പേര് കേട്ടാൽ ഭയന്ന് വിറയ്ക്കുന്നതാണ്. അങ്ങനെയുള്ള എന്നെ നീ വെല്ലുവിളിക്കുകയാണോ? ലക്ഷ്മണ, ജ്യേഷ്ഠ, ആ വാനരവീരന്മാരിൽ ശക്തരായ ആ 2 രൂപങ്ങളെ നീ ദർശിച്ചില്ലേ? പൊട്ടിത്തെറിച്ച കനലുപോലെ മേനിയാകെ തീ പറന്ന് സടകുടഞ്ഞെഴുന്നേറ്റ തോളുകളോടെ പോരാടാൻ പോകുന്ന അവർക്ക് ഒരാഭരണമായി പ്രളയകാലത്ത് പൊങ്ങിവരുന്ന കടൽ, വേഗത്തിൽ വരും കാലമേഘം, ഈ ലോകത്തെ തന്നെ ആട്ടി ഉലയ്ക്കുന്ന കൊടുങ്കാറ്റ്, ചൂളയില്ലാതെ കുതിച്ചു പൊങ്ങുന്ന കാലാഗ്നി മുതലായവ ഒന്നും തന്നെ എടുത്തു പറയുവാൻ കഴിയില്ല. ജ്യേഷ്ഠ, അങ്ങ് പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ്. ഇവിടെ നടക്കാൻ പോകുന്നതും 2 വാനരന്മാരുടെ പോരല്ല, ഇടഞ്ഞു നിൽക്കുന്ന 2 വീരന്മാരുടെ പോരാണ്. എന്നാൽ എന്താണ് ലക്ഷ്മണ? അഥവാ 1000 പകയുണ്ടെങ്കിൽ പോലും ജ്യേഷ്ഠനനുസരിച്ച് അവനെ സ്നേഹത്തിന്റെ വഴിയിലൂടെ നയിക്കുന്നതാണ് ഒരു പ്രിയപ്പെട്ട അനുജൻ ചെയ്യേണ്ടത്. അങ്ങനെയല്ലാതെ സ്വന്തം ഉടപ്പിറന്ന ജ്യേഷ്ഠന്റെ ജീവൻ എടുക്കണമെന്നുള്ള നിബന്ധനയോടു കൂടിയാണ് സുഗ്രീവൻ നമ്മെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എങ്കിൽ അവൻ അപരിചിതരായ നമ്മുടെ അടുത്ത് മാത്രം ഒരു വിശ്വസ്തതയുള്ളവനായി കൂടെ തന്നെ ഉണ്ടാവുമെന്ന് എങ്ങനെ വിശ്വസിക്കാനാവും? നാം അവന് തുണയായി നിന്നു കഴിഞ്ഞാൽ നമ്മളും ആ പഴിക്ക് പാത്രമാകേണ്ടി വരികയില്ലേ? ലക്ഷ്മണ, നീ ഈ പറയുന്ന ന്യായങ്ങളെല്ലാം എനിക്കും അറിയാവുന്നതാണ്. എല്ലാ അനുജന്മാരും എന്റെ ഈ അനുജനെ പോലെ ഉത്തമന്മാരായിരിക്കണമെന്നില്ലല്ലോ. നിശ്ചയമായും കഴിയില്ല. ലോകത്ത് ധാർമ്മികതയെ പലർക്കും അറിയാമെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ വളരെ വിരളമാണ്. സുഗ്രീവനും ധാർമ്മികത മറന്നവനാണ്, അല്ലെങ്കിൽ അത് പാലിക്കാത്തവനാണ്. എന്തു ചെയ്യാനാണ്? നമ്മൾ അവനോട് സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞു, സഹായിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തില്ലേ? സൗഹൃദത്തിന്റെ ഫലം ഉപകാരമാണ്. അതുതന്നെയാണ് നമ്മൾ അവനു വേണ്ടി ചെയ്യാൻ പോകുന്നത്. അവനിൽ നിന്ന് നേടാൻ പോകുന്നതും അതാണ്. ജ്യേഷ്ഠ, അതിനുവേണ്ടി നമ്മുടെ മാർഗത്തിൽ യാതൊരുവിധ അപരാധവും ചെയ്യാത്ത ബാലിയെ നമ്മൾ വധിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയല്ലേ? അനുജ, സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം നമ്മോട് അപരാധം ചെയ്താലും നമ്മുടെ മിത്രത്തോട് അപരാധം ചെയ്താലും ഒന്നു തന്നെയല്ലേ? ജ്യേഷ്ഠ, അത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നാളെ ഈ ലോകം ബാലിയുടെ കാര്യത്തിൽ നമ്മൾ ആവശ്യമില്ലാതെ ഇടപെട്ടുവെന്ന് നമ്മെ പഴിക്കുകയില്ലേ? ഞാൻ പറഞ്ഞ നീതിയെ മനസ്സിലാക്കിയവർ ഒരിക്കലും പഴി പറയില്ല. അനുജ,
നീ മറ്റൊരു രീതിയിൽ ആലോചിച്ചു നോക്ക്. എങ്ങനെയാണ് ജ്യേഷ്ഠ? അനുജ, കിഷ്കിന്ധയിൽ ബാലി, സുഗ്രീവൻ എന്നിങ്ങനെ 2 മഹാവീരന്മാരുണ്ടെന്ന് നമ്മോട് ബുദ്ധി ഉപദേശിച്ച കബന്ധൻ, പിന്നെ ശബരി മാതാവ്, അങ്ങനെ എല്ലാവരും തന്നെ നമ്മളോട് സീതയെ വീണ്ടെടുക്കുവാൻ സുഗ്രീവന്റെ സഹായം തേടണമെന്നല്ലേ പറഞ്ഞത്? അതെ, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? കബന്ധനും ശബരി മാതാവും സാധാരണ മനുഷ്യരെക്കാൾ വിഭിന്നരായവരാണ്. ത്രികാലവും തിരിച്ചറിഞ്ഞ ദീർഘദർശികൾ. ബാലി നമുക്കുപകാരപ്പെടില്ല എന്നോ അല്ലെങ്കിൽ അവന്റെ ജീവിതചക്രം കുറയുവാൻ പോവുകയാണെന്നോ അവർ നന്നായി അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. എന്ത്? അഷ്ടദിക്കുകളിലും ശിവലിംഗങ്ങൾ സ്ഥാപിച്ച് എല്ലാ ദിവസവും ചെന്ന് പൂജ ചെയ്തു വരുന്ന ശിവഭക്തനായ ബാലി അല്പായുസുള്ളവനാണെന്നോ? ഞാനും അങ്ങനെയാണ് കരുതുന്നത്. എന്നാൽ ബാലി മികവുറ്റ വീരനാണ്. ചിന്തിച്ചു നോക്കാതെ യാതൊന്നും തന്നെ ചെയ്യില്ല. അങ്ങനെയൊരു മഹാവീരൻ പായിൽ കിടന്നോ അല്ലെങ്കിൽ മറ്റൊരു വിധേനയോ മൃത്യു വരിക്കുവാൻ പാടില്ല. ബാലി മരിച്ചത് വീരമൃത്യുവാണെന്ന് ഒരു വീരചരിത്രം തന്നെ അവനു വേണ്ടി എഴുതപ്പെടണം. അതിന് എന്റെ രാമബാണം ഉപകാരപ്പെട്ടാൽ അതെനിക്ക് കിട്ടിയ സൽപ്പേരായി ഞാൻ കരുതും. ആ കാട്ടുവാസിയുടെ കനത്ത പ്രശംസയ്ക്ക് വേണ്ടി അവിടുന്ന് കളങ്കത്തെപ്പോലും ഏറ്റുവാങ്ങുമെന്നാണോ? ലക്ഷ്മണ, അങ്ങനെയൊരു കളങ്കം എനിക്കേറ്റാലും തെറ്റില്ല. ശിവഭഗവാൻ വിഷം സ്വയം സ്വീകരിച്ച് അമൃതിനെ ദേവന്മാർക്ക് നൽകിയില്ലേ? ചന്ദ്രൻ കളങ്കമേറ്റെടുത്തുകൊണ്ട് ലോകത്തുള്ളവർക്ക് പ്രകാശമെന്ന അമൃതം ചൊരിയുന്നില്ലേ? അതുപോലെ തന്നെയാണ് എന്റെ പ്രവൃത്തിയും ഭവിക്കാൻ പോകുന്നത്. ശരി, നമുക്കവരുടെ യുദ്ധം ശ്രദ്ധിക്കാം. നിന്നെ ഇന്ന് വിടില്ല. ഏയ് ബാലി, ഭീരു വലിയ വീരസം പറഞ്ഞ് പോരിന് വന്നിട്ട് ഇപ്പോൾ ജീവനും കൊണ്ട് ഓടുകയാണ്. ഓട്. കൂടെ പിറന്ന അനുജനാണെന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം നിന്നെ ഞാൻ ജീവനോടെ വിടുകയാണ്. പോ, എന്റെ കൺമുമ്പിന്ന് പോ. രാമ, രാമ, പ്രഭോ, പ്രഭോ, ശ്രീരാമചന്ദ്രമൂർത്തി, ഞാനും ബാലിയും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് താങ്കൾ അവനെ
അമ്പെയ്ത് വീഴ്ത്തുമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. ഞാനും അങ്ങയുടെ വാക്ക് വിശ്വസിച്ച് എനിക്ക് എതിർക്കാൻ കഴിയാത്ത ഭാര്യയെ എതിർത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങെനിക്ക് വാക്ക് തന്ന പ്രകാരം അവനെ അമ്പെയ്ത് വീഴ്ത്താതെ എന്നെ ഈ ദുർഗതിക്ക് വിട്ടുകളഞ്ഞല്ലോ. അതിന്റെ കാരണം എന്താണ് പ്രഭോ? സുഗ്രീവ, വിഷമിക്കാതെ. ആദ്യമായിട്ട് ബാലിയെ കണ്ട ഞാൻ അവന്റെ ശക്തിയും ഭാവവും കണ്ട് ആശ്ചര്യത്തിൽ നിന്നുപോയി. മാത്രവുമല്ല, ദൂരത്ത് നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇരുവരും ഒരേ രൂപത്തിലിരിക്കുന്നതുപോലെ തോന്നിയതിനാൽ നിങ്ങൾ ഇരുവരുടെയും വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ ഒരൽപ്പം കഠിനം തന്നെയായിരുന്നു. ലക്ഷ്മണ, ജ്യേഷ്ഠ. ഇതാ ഈ മലർക്കൊടിയെടുത്ത് സുഗ്രീവന് മാലയായിട്ട് അണിയിച്ചു കൊടുക്ക്. ശരി ജ്യേഷ്ഠ. റാം റാം, ജയ് ജയ് റാം. സുഗ്രീവ, ഈ മാല നിന്റെ വിജയമാലയായി ശോഭിക്കട്ടെ. ഇത് കഴുത്തിലുള്ളപ്പോൾ നീ ആരാണ്, ബാലി ആരാണെന്ന് എനിക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനാവും. ഇത്തവണ ഞാൻ നിനക്ക് തന്ന വാക്കനുസരിച്ച് ഉറപ്പായും ബാലിയെ വധിക്കുന്നതാണ്. നീ ചെന്ന് വീണ്ടും അവനെ യുദ്ധത്തിന് വിളിക്കൂ. ഉത്തരവ് പ്രഭു. അങ്ങേ വിശ്വസിച്ചാണ് ചെല്ലുന്നത്. എടാ ബാലി, ഇനി എന്നോട് വന്ന് ഏറ്റുമുട്ടി നോക്ക്. വേരോടെ നശിപ്പിക്കും ഞാൻ. സുഗ്രീവ, അടികൊണ്ട് ഓടിയിട്ടും നിന്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല അല്ലേ? ഇതാ വരുന്നു ഞാൻ. എടാ ബാലി, എന്നെ അടിച്ചോടിച്ച് വിട്ടുവെന്ന അഹങ്കാരത്തിലാണോ നീ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത്? ദ്രോഹി! ഈ സുഗ്രീവൻ സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ പിറന്നവനാണ്. മാനത്ത് നിന്ന് പാറി വരുന്ന വില്ലിന് ഭൂമിയിലുള്ള വൃക്ഷങ്ങളെയും ഗൃഹങ്ങളെയും മാത്രമേ കത്തിച്ച് ചാമ്പലാക്കാൻ കഴിയൂ. അതിനാകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സൂര്യന്റെ വരത്താൽ പിറന്ന എന്നെ നിനക്ക് നശിപ്പിക്കാൻ കഴിയില്ല. ഓഹോ, അങ്ങനെയാണോ? സൂര്യന്റെ പുത്രനായ ഞാൻ വിചാരിച്ചാൽ നിന്നെ ഭസ്മമാക്കാൻ കഴിയും. എടാ ദുരാഗ്രഹി, നീ ശരിക്കും ഒരു വീരനാണെങ്കിൽ വാടാ, നമുക്ക് വീണ്ടും പോരാടി നോക്കാം. സുഗ്രീവ, നീ എന്റെ അനുജനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് കുറച്ചു മുമ്പ് ഞാൻ നിന്നെ വെറുതെ വിട്ടതാണ്. നീയോ വീശുന്ന കാറ്റിൽ പുൽക്കൊടികൾ ആടുന്നത് പോലെയാണ് നീ ആടിക്കൊണ്ടിരിക്കുന്നത്. ഇതാ, നിന്നെ ഒരു നിമിഷം കൊണ്ട് രൂപം പോലും അറിയാത്ത രീതിയിലാക്കിത്തരാൻ ഞാൻ. എന്റെ അനുജനായി പിറന്ന അഹങ്കാരി, നിന്റെ ഈ പൃഥ്വിയിലെ ജീവിതം ഒരു നിമിഷം കൊണ്ട് തീർത്തു തരാൻ ഞാൻ. തീരാൻ പോകുന്നത് ആരുടെ ജീവിതമാണെന്ന് നമുക്ക് നോക്കാം. ശരി. എടാ ബാലി,
വായുപുത്ര, എന്താണിത്? നേരത്തെ സുഗ്രീവൻ ബാലിയോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് രാമൻ അവർക്കിടയിലെ വ്യത്യാസം മനസ്സിലാവാത്തതിനാൽ ബാലിയെ വധിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇത്തവണയോ അടയാളത്തിന് വേണ്ടി സുഗ്രീവന് ഒരു മാലയിട്ട് പറഞ്ഞയച്ചില്ലേ? അതിനുശേഷവും ദാ ബാലിയെ രാമൻ വധിക്കാതെ സുഗ്രീവനെ അടികൊള്ളാൻ മാത്രമായി വിട്ട് കാഴ്ചക്കാരനായി മാത്രം നിൽക്കുന്നു. ഇതെന്ത് ന്യായമാണ് വായുപുത്ര? അല്ലയോ സേനാപതി, ഏതൊരു ജീവനും ആയിക്കൊള്ളട്ടെ, ജീവിതത്തിൽ വിജയമാണെങ്കിലും ദുഃഖമാണെങ്കിലും എടുക്കുന്ന എടുപ്പിൽ തന്നെ സുലഭമായി ലഭിക്കുകയാണെങ്കിൽ അവൻ അഹങ്കാരിയായി മാറില്ലേ? മറ്റുള്ളവരെ അവഗണിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവങ്ങൾ പല പരീക്ഷണങ്ങൾക്കും ശേഷം തൻ്റെ ഭക്തന്മാർക്ക് അവർ ചോദിക്കുന്നതൊക്കെ നൽകുന്നത്. ശ്രീരാമചന്ദ്രൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അദ്ദേഹത്തിന് ആളെ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞത്, പിന്നെ മാലയണിഞ്ഞ് അയച്ചത്, ഇതെല്ലാം ഒരു നാടകമാണ്. മാരുതി, അങ്ങനെയാണെങ്കിൽ സുഗ്രീവൻ തനിക്ക് ലഭിക്കാൻ പോകുന്ന വിജയത്തിന്റെ മേന്മ അറിയണം എന്നതിനു വേണ്ടി രാമൻ സുഗ്രീവനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരുമല്ലേ? അതെ, അതിശീഘ്രം തന്നെ ഭാര്യയെ വധിച്ച് സുഗ്രീവൻ ആഗ്രഹിച്ച വിജയത്തെ അദ്ദേഹം പ്രദാനം ചെയ്യും. നോക്കിക്കൊള്ളൂ. എന്നോട് പോരി വരുന്നോ നീ? നിനക്ക് നീ ആയുസില്ല. വടാ. ഏറ്റവും ഭീരു. നിന്റെ അഹങ്കാരം ഇന്നത്തോടെ തീരും. എണീക്കടാ. നീ വീണ്ടും വരുമല്ലേ? ഓടടാ. എണീക്കേ. സുഗ്രീവ, നിന്നെ കാത്തു രക്ഷിക്കുമെന്ന് ഞാൻ മാതാവിന് കൊടുത്ത വാക്കിനെ മാനിച്ചാണ് ഇതുവരെ ഞാൻ ക്ഷമയോടെ ഇരുന്നത്. ഇന്ന് ഈ നിമിഷം നിന്റെ പിതാവായ സൂര്യനെ മനസ്സിൽ ധ്യാനിച്ചുകൊള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയക്കാം. ആ